സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഡീറ്റെയിൽഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രകാശ് ആണെങ്കിൽ ഋഷിയോടും നന്ദനോട് കൂടിയിട്ട് പറയുന്നുണ്ട്, ഇവിടെ എന്റെ തീരുമാനങ്ങൾക്കാണ് കൂടുതൽ മൂല്യം. അതുകൊണ്ട് ഇവിടെ വെച്ച് തമ്മിൽ തല്ലി ചാവാമെന്ന് കരുതണ്ട. ഞാൻ എന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ശത്രുക്കളെ അറിയിച്ച് പ്രതികാരം ചെയ്യാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശ് പറയുമ്പോൾ ഋഷിക്കാണെങ്കിൽ കാര്യം മനസ്സിലാവുന്നുണ്ട്, നന്ദനയും തന്നെ പോലെ തട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണെന്ന്. അങ്ങനെ ഋഷി ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളുടെ ഉദ്ദേശം? രണ്ടുപേരെയും തട്ടിക്കൊണ്ടുവന്ന് നിങ്ങൾക്ക് എന്താ നേടിയെടുക്കാനുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, നന്ദനെ എനിക്ക് ആദ്യമായിട്ട് കണ്ട പരിചയമുള്ള കൂട്ടത്തിലല്ല, എനിക്കറിയാം. പക്ഷെ ഋഷി, നിന്നെ ചുറ്റിപ്പറ്റി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനതിപ്പോ ഒന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, സമയമാകുമ്പോൾ ഞാൻ ഓരോന്ന് പറയും. ഇപ്പോ എന്റെ കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടെ ഇരുന്ന് കണ്ടാൽ മാത്രം മതി, നിങ്ങൾക്കാർക്കും ഒരു കുറവും വരുത്തില്ല എന്നൊക്കെ ഇങ്ങനെ പ്രകാശ് പറയുന്നു. നന്ദനും ഋഷിക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ശേഷം പ്രഭാവതിയാണെങ്കിൽ ഭാർഗവി വരുമ്പോ പറയുന്നുണ്ട് നടന്ന കാര്യങ്ങളൊക്കെ. അതായത് അരുന്ധതി നുണ പറഞ്ഞതും ഈ പറയുന്ന ഋഷി ജീവനോടെയുള്ള കഥകളൊക്കെ തന്നെ പറയണം. ഇത് കേട്ട് ഭാർഗവി പറയുന്നുണ്ട്, കുഞ്ഞെ ഒരുത്തിയെയും വെറുതെ വിടരുത്, എല്ലാത്തിനെയും നമുക്ക് ഒരു പാഠം പഠിപ്പിക്കണം എന്നൊക്കെ പറയുമ്പോൾ, അതെ, സിദ്ധുവും ദേവിക്കും പറഞ്ഞതോട് മാത്രം ഞാൻ അവളുടെ അരികിലേക്ക് പോവാത്തത്. പക്ഷെ ഞാൻ പോകുന്നുണ്ട്, എന്റെ പ്രതികാരം ഞാൻ തീർക്കും എന്നൊക്കെ പറഞ്ഞു അരുന്ധതിയോടുള്ള ദേഷ്യം പ്രഭാവതിയാണെങ്കിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും പ്രകാശം നല്ല വെള്ള ചമഞ്ഞ പ്രഭാവതിയുടെ അടുത്തേക്ക് എത്തുകയാണ്. ശേഷം അരുന്ധതിയാണെങ്കിൽ തന്റെ മകനെയും കുറിച്ച് ഓർത്തിരിക്കുമ്പോഴാണ് എസ്തപ്പാനാണെങ്കിൽ അരുന്ധതിയെ കാണാനായിട്ട് വരുന്നത്. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ഋഷി ഫോൺ ചെയ്തത് എസ്തപ്പാന്റെ അടുത്ത് നിന്നാണെന്നുള്ള കാര്യം ദേവികയോട് വിളിച്ച അരുന്ധതി പറഞ്ഞിരുന്നല്ലോ. അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനും കൂടുതൽ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എസ്തപ്പാൻ വന്നിരിക്കുന്നത്. അപ്പൊ അരുന്ധതിയാണെങ്കിൽ വാതിൽ തുറന്ന് ആകെ ഷോക്കാവുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. കാത്തിരിക്കാം ഇന്നത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്.